എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ജസീം സാറിന്റെ നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾ കേട്ടു അല്ലേ? അപ്പോൾ കമ്പനി ആരുടെ കൂടെയുണ്ട്? നമ്മുടെ ഓരോരുത്തരുടെയും കൂടെയുണ്ട്. ഒരു സമയത്ത് മാനം നഷ്ടപ്പെടും ഈ ബിസിനസ് ചെയ്താൽ എന്ന് വിചാരിച്ചവര് വിമാനത്തിൽ കയറിയതായിട്ട് നമ്മൾ എന്ത് ചെയ്തു? കണ്ടു. വിമാനത്തിലും മാനമുണ്ട്, ചെയ്യുന്ന പ്രവൃത്തിയിലും മാനമുണ്ട്. സോ എന്നോടും ഇതേ ഉപദേശമായിരുന്നു. എന്നെ അനൗൺസ് ചെയ്തു ഫസ്റ്റ് മലേഷ്യ ട്രിപ്പ് അച്ചീവർ. ഞാൻ മലേഷ്യയിൽ ഏകദേശം 2 വർഷം MBA കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റുഡന്റ് കൂടിയാണ്. ഹലോ. അപ്പൊ എനിക്ക് ഒരാൾ ഉപദേശം തന്നത്, നിനക്ക് ഈ ബിസിനസ് ചെയ്യായിരുന്നു, പക്ഷെ നീ MBA ചെയ്തിട്ട് ഈ ബിസിനസ് ചെയ്യുന്നത് എന്താണ്? പൊട്ടത്തരാണ്. അപ്പൊ ഞാൻ മലേഷ്യ പോയപ്പോ മനസ്സിലായത് ആ രാജ്യത്തിന്റെ 90% ആൾക്കാരും ചെയ്യുന്നത് ഏതാണ്? ഡയറക്ട് സെല്ലിംഗ് ആണ്. ഹലോ. ഒരു രാജ്യത്തിന്റെ 90% ആൾക്കാരും ചെയ്യുന്ന ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. 3 കോടി ജനങ്ങളിൽ നിന്ന് 34,450 കോടിയുടെ ടേൺ ഓവർ ആണ് ആ രാജ്യത്തിന് ലഭിക്കുന്നത്. ഹലോ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് 3 കോടി ജനങ്ങളാണോ? 140 കോടി ജനങ്ങളുണ്ട്. 140 കോടി ജനങ്ങൾക്ക് വിളിച്ചാൽ എനിക്ക് പൈസ കിട്ടും. അപ്പൊ ചെയ്യേണ്ട സമയം എപ്പോഴാ? ഇപ്പോഴാ. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റം വരുത്താൻ തയ്യാറാണെങ്കിൽ ചാൻസ് നിങ്ങൾക്ക് ആര് തന്നിട്ടുണ്ട്? കമ്പനി തന്നിട്ടുണ്ട്. ചാൻസിന്റെ അവസാനത്തിലുള്ള 2ാമത്തെ അക്ഷരമായിട്ടുള്ള C മാറ്റിയിട്ട് അവിടെ G ഇട്ടാൽ എന്താവും? ചേഞ്ച് ആവും. ലൈഫ് എന്താവും? ചേഞ്ച് ആവും. അപ്പൊ ചാൻസിനെ ആരാണോ നല്ല രീതിയിൽ വിനിയോഗിക്കുന്നത് അവന്റെ ലൈഫിൽ എന്ത് വരും? മാറ്റങ്ങൾ വരും. ഇവിടെ 2 D മാറ്റിയാൽ മതി, നിങ്ങളുടെ ലൈഫ് മാറും. ഒന്ന് പേടിയാണ്, രണ്ടാമത്തെ D മടിയാണ്. ഓക്കെ, മനസ്സിലായോ? ഒന്നാമത്തെ D പേടിയാണ്, 2ാമത്തെ D മടിയാണ്. എനിക്കുണ്ടായിരുന്നു ഉള്ളിലൊരു പേടി മാറ്റുന്നത് 2 രീതിയിലാണ്. ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട്, 2 പ്രവർത്തിച്ചുകൊണ്ട്. ഹലോ. യെസ്. എന്റെ ഒന്നാമത്തെ പേടി, ഞാൻ ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഉണ്ടാവും. തുടക്കം ഇവിടെ പുതുതായി വന്നവരൊന്ന് കൈയൊന്നിക്കാവോ? ആദ്യമായി വന്നവര്, പുലിമടയിലേക്ക് കയറി വന്ന എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുക്കണേ. അപ്പൊ പുലി വേട്ടന്മാരൊക്കെ എവിടെ തന്നെ ഉണ്ട്? പുലി വേടന് എല്ലാവരും എവിടെ തന്നെ ഉണ്ട്? ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ പേടി എനിക്കുണ്ടായിരുന്നു. ഒന്നാമത്തെ പേടി, മാനം നഷ്ടപ്പെടുമോ? കാരണം ആരാന്റെ 1 രൂപ പോലും ആഗ്രഹിക്കാത്ത ഒരു സാധാ കർഷകന് ജനിച്ചവനാണ് ഞാൻ. മനസ്സിലായോ? പക്ഷെ കാർഷിക മേഖലയിൽ അദ്ദേഹം കിങ് ആയതുകൊണ്ട് കുഴപ്പമില്ലാത്ത നല്ലൊരു തറവാട്ടിൽ തന്നെയാണ് ഞാനും ജനിച്ചു വളർന്നത്. ഹെറിഡിറ്ററി റിച്ച് എന്ന് പറയും. എന്തുണ്ട്? അത്യാവശ്യ സ്വത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിത് ചെയ്യുന്നതുകൊണ്ട് ഇത് എന്നെ ബാധിക്കുമോ? 2, എന്റെ ഫാദറിന് ഒരു ചീത്ത പേര് വരും. അതില്ലാതെ എനിക്ക് ബോധ്യപ്പെട്ടത് നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജർ ആയിട്ടുള്ള ഷിയാബ് സാറിലൂടെയാണ്. 2 MD-യിലൂടെയാണ്. 3 എന്റെ പരിചയപ്പെട്ടത്. കാരണം നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്ട്സിന് മൂല്യമുള്ള എന്തുണ്ട്? കൊടുക്കുന്ന പൈസക്ക് മൂല്യമുള്ള പ്രൊഡക്റ്റ് ആര് തരുന്നുണ്ട്? കമ്പനി. ഒരു വായുവിലേക്കല്ല നമ്മൾ എന്തിടുന്നത്? പൈസ ഇടുന്നത്. ആണോ? ഇപ്പൊ ഞാൻ ഇത്ര ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ ഒരാളുടെ ഈ ബിസിനസ് പറഞ്ഞു, ഞാൻ ആദ്യം പ്രൊഡക്റ്റിന് ഓർഡർ കൊടുത്തു. എന്റെ വീട്ടിൽ പ്രൊഡക്റ്റ് എത്തിയതിനു ശേഷമേ ഞാൻ എന്ത് കൊടുത്തിട്ടുള്ളൂ? ക്യാഷ് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ എന്റെ മാനം ഒരിക്കലും എന്ത് ചെയ്യൂല? ഇതന്നെയല്ലേ ബാക്കിയുള്ളവർ ചെയ്യണ്ടേ? മാനം നഷ്ടപ്പെടൂല. 2, രണ്ടാമത്തെ ഒരു പേടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെങ്ങനെ മറ്റൊരാളോട് പറയും അല്ലേ? ഒന്നാമത് ഇതിനെ പറ്റി പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഒരു അടിമുടി ഒരു നോട്ടുണ്ട് മുമ്പായി. ആണോ അല്ലേ? യെസ്. പ്രൊഡക്റ്റ് ഇറങ്ങുന്ന സമയത്ത് എന്റെ വീട്ടിൽ പ്രൊഡക്റ്റ് ഇറക്കി ഉടനെ ഞാൻ ഡ്രൈവർ ഒന്ന് നോക്കി, 12,300 ഇത്രയൊക്കെ കിട്ടുമോ സാധനം? കാരണം എന്താണ്? വീടിന്റെ ഒരു സൈഡ് പകുതി എന്താണ്? നമ്മുടെ പ്രൊഡക്റ്റാണ്. പക്ഷെ പ്രൊഡക്റ്റ് ഇറക്കുമ്പോഴുള്ള ആ ഒരു മൈൻഡ് സെറ്റും, ഒരു ഗോൾഡ് വാനായിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അതിന്റെ എനർജി, ആ സുഖം കിട്ടി തുടങ്ങിയപ്പോ മനസ്സിലായി പ്രൊഡക്റ്റ് എടുക്കാൻ എന്ത് തുടങ്ങി? താല്പര്യം കൂടി. ആളുകളെ കാണാൻ എന്ത് കൂടി? താല്പര്യം കൂടി. ഇപ്പൊ ചന്ദ്രിക മാഡം ഇറക്കിക്കോ. കാരണം എന്താ?
കൈ നിറയെ ഗോൾഡ് കിട്ടണം. മനസ്സിലായോ? ഇറക്കിക്കോ, കൈ നിറയെ. അവർക്ക് എത്ര ഇറക്കിയാലും ഒരു മല കണക്കിന് പ്രൊഡക്റ്റ് ഇറക്കിയാലും അവർക്കതെന്താണ്? പേടി. മനസ്സിലായോ? ഇതുപോലെ എനിക്കും തുടക്ക സമയത്ത് ഒരു അഡ്വക്കേറ്റിനെ കാണാലോ. കാരണം എന്താ? അഡ്വക്കേറ്റ് വന്ന കാര്യങ്ങൾ സ്പീഡപ്പ് ആവും. അപ്പൊ ഈ പേടി നിങ്ങൾക്ക് മാറ്റിക്കഴിഞ്ഞാൽ നിത്യാഭ്യാസം എന്തിനെടുക്കും? ആനയെ എടുക്കും. മനസ്സിലായോ? അപ്പോൾ പേടി മാറ്റി. മടി എനിക്ക് പണ്ട് മുതലേ ഇല്ല. മരിച്ചു പണിയിടും. നല്ലതാന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ മരിച്ചു പണിയിടും. അത് അങ്ങനെയാണ് അന്ന് ഇന്ന്. കാരണം തുടക്കം മുതൽ പല എന്താ പറയാ, മദ്രസയിലാവട്ടെ, സ്കൂളിലാവട്ടെ, ഏത് നാട്ടിലുള്ള ഏത് കലാപരിപാടി ആവട്ടെ, എല്ലാത്തിലും അത് കംപ്ലീറ്റ്. ഒരു കല്യാണം വീട്ടിൽ കയറി ചെന്നാൽ അവസാനത്തെ ഇലവരെ എടുത്തു വെക്കുന്ന ഞാനായിരിക്കും. അത് നമുക്ക് പണ്ട് മുതൽ എന്റെ ഫാദർ പഠിപ്പിച്ച. ഇന്നലെ ഞാൻ കാസർഗോഡാണ് കഴിഞ്ഞ 2 ദിവസം. മനസ്സിലായോ? രാത്രി 2 മണി വരെ പണിക്ക് പോകണം. ഹലോ, മാസം 1.5 ലക്ഷം രൂപയോളം വരുമാനമുണ്ട്. 1,10,00,000 രൂപയുടെ വീടുണ്ട്. മനസ്സിലായോ? 10 ലക്ഷം രൂപ വരുന്ന കാറുണ്ട്. മലേഷ്യ എന്ത് ചെയ്ത് ഫസ്റ്റ് അച്ചീവർ, കമ്പനിയുടെ ആദ്യത്തെ ഷെയർ ഹോൾഡർ. ഇന്ന് എനിക്ക് തന്ന ചെക്ക് ടോട്ടൽ എമൗണ്ട് ഏകദേശം 25,000 രൂപയാണ്. മനസ്സിലായില്ലേ? ഇത്രയൊക്കെ ഉണ്ടായിട്ട് എന്തിന് രാത്രി 2 മണി വരെ പണിയെടുക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അടുത്ത 3 തലമുറക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ അടുത്ത 3 തലമുറക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് പണം ഉണ്ടാക്കണോ? ഒന്ന്, എടുത്ത പ്രൊഡക്ട്സ് നന്നായിട്ട് വിൽക്കുക. ഞാനും വിറ്റിട്ടുണ്ട് തുടക്കത്തിൽ. എന്തിനാ വിൽക്കുന്ന? പലർക്കും വിൽപ്പന മടിയാ. ഞാൻ ഏറ്റെടുത്ത കമ്പനിയുടെ പ്രൊഡക്ട്സ് നല്ലതാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത്. വലിയ വിജയത്തിൽ എന്തുണ്ടാവും? ചെറിയ തടസ്സങ്ങൾ അഭിമുഖീകരിക്കാൻ പറ്റും. വിറ്റ് ഇങ്ങനെ പോയ സമയത്ത് കുറച്ച് പേര് ചോദിച്ചെന്ത്, ഇതെന്താ പരിപാടി, സാധനം കൊള്ളാലോ. അവരോട് എന്ത് പറഞ്ഞു? ബിസിനസ് പറഞ്ഞു. അപ്പൊ പണ്ടൊരു പാസ്റ്റർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് മതമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് എല്ലാവരും ഒരുപോലെയാണ്. വർഷങ്ങളായിട്ട് ഇതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ എനിക്ക് ഒരുപോലെയാണ്. ഇന്ന് ഇവിടെ കയറി വന്നവനെ എനിക്ക് എന്താണ്? ഒരുപോലെയാണ്. മനസ്സിലായില്ലേ? ഓക്കെ, പാസ്റ്റർ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 1 മാസത്തിൽ സന്തോഷത്തോടെ 1 മാസത്തിലേക്കുള്ള വരുമാനം വേണം. അതിന് നിങ്ങൾ ധാന്യങ്ങൾ നടുക. നിങ്ങൾക്ക് 1 വർഷത്തിലേക്കുള്ള വരുമാനം വേണം. നിങ്ങൾ എന്ത് ചെയ്യുക? മരങ്ങൾ നടുക. ഇനി നിങ്ങൾക്ക് ആജീവനന്ത കാലം നിങ്ങളുടെ തലമുറക്കും വരുമാനം വേണം. നിങ്ങൾ മനുഷ്യരെ നടുക. ആരെ നടുക? മനുഷ്യരെ. അപ്പൊ ഇവിടെ എന്താണ്? നിങ്ങൾക്ക് മാസത്തിൽ കുറച്ച് വരുമാനം വേണം. നിങ്ങൾ പ്രൊഡക്റ്റ് നന്നായിട്ട് എടുത്ത് വിൽക്കുക. നിങ്ങൾക്ക് വർഷത്തിലൊരു വരുമാനം വേണം. നിങ്ങൾ ഈ ബിസിനസ് എന്ത് ചെയ്യും? കുറച്ച് പേരിലേക്ക് എത്തിക്കുകയും വിൽക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് മരണത്തിന് ശേഷം 3 തലമുറക്ക് വരുമാനമാണോ? നല്ല നല്ല ലീഡേഴ്സിനെ ഓരോ സ്ഥലത്തും എന്ത് ചെയ്യും? ഉണ്ടാക്കുക. മനുഷ്യരെ നട്ടാൽ 3 തലമുറക്ക് വരുമാനം കിട്ടും. ഞാൻ നട്ട മനുഷ്യരാണ് ഇന്ന് എന്ത് ചെയ്തത്? കേരളത്തിലെ 14 ജില്ലയിലുള്ളത്. ഹലോ, യൂസുഫ് അലി എന്ത് ചെയ്തു? മനുഷ്യരെ നട്ടു. എന്നിട്ട് അതിനൊരു പേരിട്ടു. എന്ത്? ലുലുമ. അംബാനി എന്ത് ചെയ്തു? ഒരു കൂട്ടം മനുഷ്യരെ ജോലിക്ക് നട്ടു. അതിനൊരു പേരിട്ടു. എന്താ? റിലയൻസ്. ജസീം സാർ എന്ത് ചെയ്തു? ഒരു കൂട്ടം ആൾക്കാർക്ക് 51 പ്രൊഡക്ട്സിലൂടെ ഒരു കൂട്ടം മനുഷ്യന്മാരെ നട്ടു. അതിന്റെ പേരാണ് ഡാമലൈസ്. മനസ്സിലായോ? അതിന് നമ്മളിലൂടെയാണ് ആ നടൽ നടക്കുന്നതെങ്കിൽ ആ വരുമാനം ആർക്കുള്ളതാണ്? നമുക്കുള്ളതാണ്. നടാൻ വേണ്ടി ചെയ്യേണ്ടത് 5 ഫാമിലിക്കുള്ള പ്രൊഡക്റ്റ് എടുക്കുക. ഹലോ, വെരി സിമ്പിൾ, ഹമ്പിൾ. 5 ഫാമിലിക്കുള്ള പ്രൊഡക്റ്റ് എല്ലാവരുടെ വീട്ടിലും 2000-2500 രൂപയുടെ ക്ലീനിങ് ആൻഡ് ഫുഡ് ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കാനുള്ള കാരണം ഒറ്റ കാരണമുള്ളൂ. ഈ കമ്പനിയുടെ പ്രൊഡക്ട്സ് ആരെയും പറഞ്ഞു രോഗിയാക്കണ്ട. ഹലോ, നീ ഇത് കഴിച്ചില്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ നിന്റെ കിഡ്നി പോകുന്നതാണ് പേടിപ്പിക്കേണ്ട. നീ ഇത് വെച്ച് പല്ല് കഴിച്ചില്ലെങ്കിൽ നിന്റെ പല്ലിന്റെ ഇനാമിന് പോകുന്നതാണ് പേടിപ്പിക്കേണ്ട. ജനങ്ങൾക്ക് അലക്കുക, കുളിക്കുക, വീട് വൃത്തിയാക്കുക, ഭക്ഷണം പാകം ചെയ്യുക. ഇതില്ലാതെ ഒരു കുടുംബം മുന്നോട്ട് പോവോ? അപ്പൊ ഈ പ്രൊഡക്റ്റ് ഇല്ലാതെ എന്തെങ്കിലും നടക്കും ഒരു ഫാമിലിക്ക്? അപ്പൊ ഞാൻ നോക്കുമ്പോ എന്റെ വീട്ടിൽ ഈ പരിപാടി നടക്കുന്നുണ്ട്. അലക്കുക, കുളിക്കുക. അപ്പൊ ഞാൻ എന്റെ അയൽവാസിനെ കുളിപ്പിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? ഞാൻ എന്റെ അയൽവാസിന്റെ വീട്ടിൽ എന്റെ പ്രൊഡക്റ്റിലൂടെ അവര് ഭക്ഷണം പാകം ചെയ്ത് എനിക്ക് എന്ത് കിട്ടും? വരുമാനം കിട്ടും. എന്റെ വീട് വൃത്തിയാക്കുന്ന പോലെ അവന്റെ വീട് വൃത്തിയാക്കൽ എന്ത് കിട്ടും? വരുമാനം.
മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇത് ചെയ്യാൻ എന്തുണ്ടാവും? ആളുകൾ ഉണ്ടാവും. കാരണം അത്രയും വിഷനുള്ള ഒരു കമ്പനിയാണ് ഏത്? ഡയമണ്ട് ലൈഫ്സ് എന്ന് പറയുന്ന കമ്പനി. ഡിയർ ഫ്രണ്ട്സ്, ഇന്നലെ ഞാനൊരു യാത്ര മധ്യ ഒരു വീഡിയോ കണ്ട. ആ വീഡിയോയിൽ പറയുന്നത് ഇന്ത്യയിലെ നമ്പർ 1 ആയിട്ടുള്ള കമ്പനി അവരുടെ പ്ലാനിൽ ഒരു അപ്ഡേഷൻ കൊണ്ടുവരികയാണ്. ആ അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒന്ന്, അവരുടെ റാങ്കുകളിൽ അവർ നിലവിൽ വരുമാനം കൊടുക്കുന്നില്ല. പക്ഷെ അവർ റാങ്കുകളിൽ എന്ത് കൊടുക്കാൻ തുടങ്ങുന്നു? വരുമാനം കൊടുക്കാൻ തുടങ്ങുന്നു. ആ കമ്പനിക്ക് ലീഡർഷിപ്പ് ബോണസ് എന്ന് പറയുന്നില്ല, വരുമാനമില്ല. ആ കമ്പനി എന്ത് ചെയ്യാൻ പോകുന്നു? ലീഡർഷിപ്പ് ബോണസ് കൊടുക്കാം. ആരെ കോപ്പി അടിച്ചതാ? ഡയമണ്ട് ലൈഫ്സിനെ. മനസ്സിലായോ? ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റിലുള്ള കമ്പനി മാറ്റം വരുത്താൻ പോവാ. പഠിക്കുന്നത് ആരെയാ? ഡയമണ്ട് ലൈഫ്സിനെ. ആ പഠിത്തം കമ്പനി പഠിച്ചത് ഡയമണ്ട് ലൈഫ്സിനെ. ആ ഡിസ്ട്രിബ്യൂട്ടർമാരെങ്ങാനും ഒന്ന് മാറി ഡയമണ്ട് ലൈഫ്സിനെ പഠിച്ചു കഴിഞ്ഞാൽ അവന് ഏതിലേക്ക് വരും? നമ്മളിലേക്ക്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് നിലക്കാത്തൊരു വരുമാനം വേണോ? മനുഷ്യന്മാർ എന്ത് ചെയ്തോ? നട്ടോ. ആ വിത്തിനൊരു പ്രത്യേകത ഉണ്ട്. അത് ദേഷ്യപ്പെടും, അത് കരയും, അത് മാന്തും, അത് സന്തോഷിക്കും. മനസ്സിലായോ? ജീവിതം വെറും സന്തോഷിക്കാൻ മാത്രം ഉള്ളതല്ല. കഴിഞ്ഞൊരു മുകേഷ് അംബാനിയുടെ മകന്റെ കല്യാണം കഴിഞ്ഞു. അറിഞ്ഞിരുന്നോ? അറിയാത്ത ആരുമില്ല. ഓക്കെ, മുകേഷ് അംബാനിയെയും വൈഫിന്റെ പേര് പറയും. മുകേഷ് അംബാനിയുടെ നിത അംബാനി. രണ്ടുപേരും ഇരുത്തിയിട്ട് ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, ആരോഗ്യമാണോ പണമാണോ ഏറ്റവും വലിയ സന്തോഷം? അപ്പൊ അവര് പറഞ്ഞൊരു ഉത്തരമുണ്ട്, ആരോഗ്യമല്ല പണവുമല്ല ഏറ്റവും വലിയ സന്തോഷം. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നല്ല ഓർമ്മകളാണ്. നിങ്ങൾക്ക് നല്ല ഓർമ്മകൾ വേണം. ബാംഗ്ലൂർ പിടിച്ചോ, കൊച്ചി പിടിച്ചോ, മലേഷ്യ പിടിച്ചോ, ലക്ഷദ്വീപ് പിടിച്ചോ, ഇതുവരെ കിട്ടാത്തത്ര എന്ത് വരും? സന്തോഷവും ഓർമ്മകളും വരും. അങ്ങനെ ഓർമ്മകൾ വരുമ്പോൾ ഇതിലേക്ക് കൊണ്ടുവരേണ്ട ആളുകളുടെ മുഖവും എന്ത് വരും? ഓർമ്മ വരും. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 5 കുടുംബത്തിനുള്ള കിറ്റ് എടുക്കുക.